ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസ്, ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ രാത്രി ചപ്പാത്തി കഴിച്ചിട്ടില്ലായിരുന്നു, കാരണം അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അത് കഴിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് അല്ലെങ്കിൽ മനസ്സിലായത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസ് ആണ്, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. കുറച്ച് മെത്തേഡ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ചപ്പാത്തി കഴിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത് നമുക്ക് സിമ്പിളായി പറയാം അല്ലേ. ഇന്നലത്തെ കാര്യമാണ്, പാസ്റ്റ് ആണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ, ഐ ഡിഡിൻ ഈറ്റ്, എന്താ കഴിക്കാത്തത്? ചപ്പാത്തിയാണ്. അപ്പം ഐ ഡിഡിൻ ഈറ്റ് ചപ്പാത്തി എപ്പോൾ? ഇന്നലെ രാത്രി എന്നാണ്. അപ്പോൾ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്താ പറയുക? ലാസ്റ്റ് നൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഐ ഡിഡിൻ ഈറ്റ് ചപ്പാത്തി ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഞാൻ ചപ്പാത്തി കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്താണ്? അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു അല്ലേ. ഉപ്പിടാൻ എന്തോ കാരണത്താൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. അപ്പം അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു എന്നെങ്ങനെ പറയാം? ബിക്കോസ് there was no salt in it. അതിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. കഴിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് അല്ലെങ്കിൽ മനസ്സിലായത് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഐ ഓൺലി റിയലൈസ്ഡ്. ഈ റിയലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുക, അതുപോലെ തന്നെ ഓർമ്മ വരിക എന്നൊക്കെ പറയുന്നതിന് നമ്മൾ റിയലൈസ്ഡ് എന്ന് യൂസ് ചെയ്യുന്നത്. ഐ ഓൺലി റിയലൈസ്ഡ് ഇറ്റ് വാസ് അൺസാൾട്ടഡ്. ഉപ്പില്ലാത്തത് മനസ്സിലായത് എപ്പോഴാണ്? വൈൽ ഐ വാസ് ഈറ്റിംഗ്. അത് കഴിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അത് കഴിക്കുമ്പോഴാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വൈൽ ഐ വാസ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഡിഡിൻ ഈറ്റ് ചപ്പാത്തി ലാസ്റ്റ് നൈറ്റ് ബിക്കോസ് there was no salt in it. I only realized it was unsalted while I was eating. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ചപ്പാത്തി കഴിച്ചിട്ടില്ലായിരുന്നു, കാരണം അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അത് കഴിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഓർമ്മ വന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ എന്നും രാത്രി 2 ചപ്പാത്തി കഴിക്കാറുണ്ട്, പക്ഷേ ഇന്ന് കഴിച്ചില്ല. അതായത് ഇന്ന് ഞാൻ ആ 2 ചപ്പാത്തി കഴിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്നും, എനിക്കതൊരു പതിവുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നും എപ്പോഴും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓൾവേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിവിടെ ഒരു പതിവിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. എന്നും രാത്രി 2 ചപ്പാത്തി കഴിക്കാറുണ്ട്. ഐ യൂഷ്വലി ഈറ്റ് 2 ചപ്പാത്തീസ് അറ്റ് നൈറ്റ് അല്ലേ. ഞാൻ എന്നും രാത്രി 2 ചപ്പാത്തി കഴിക്കാറുണ്ട്. ബട്ട് ഐ ഡിഡിൻ ഈറ്റ് ദം ടുഡേ. ഇവിടെ ഇതിന് ദം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ചപ്പാത്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ദം ഒഴിവാക്കിയിട്ട് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ജസ്റ്റ് പറഞ്ഞാലും ടുഡേ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്താണ് കഴിക്കാത്തത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ദം എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ യൂഷ്വലി ഈറ്റ് 2 ചപ്പാത്തീസ് അറ്റ് നൈറ്റ് but I didn't eat them today. പക്ഷേ ഇന്ന് അവ ഞാൻ കഴിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ്, മീനു ചപ്പാത്തി കഴിക്കാറില്ല. മീനു ചപ്പാത്തി കഴിക്കാറില്ല കാരണം അവൾക്ക് ചപ്പാത്തി ഇഷ്ടമല്ല. മീനു ചപ്പാത്തി കഴിക്കാറില്ല കാരണം അവൾക്ക് ചപ്പാത്തി ഇഷ്ടമല്ല എന്നെങ്ങനെ പറയാ? മീനു ഡസിൻറ്റ് ഈറ്റ് ചപ്പാത്തി. മീനു സിംഗുലർ ആണല്ലോ. അപ്പം മീനു ഡസിൻറ്റ് ഈറ്റ് ചപ്പാത്തി. മീനു ചപ്പാത്തി കഴിക്കാറില്ല ബിക്കോസ് ഷീ ഡസിൻറ്റ് ലൈക്ക് ഇറ്റ്. ഷീ ഡസിൻറ്റ് ലൈക്ക് ഇറ്റ്. ചപ്പാത്തി ഇഷ്ടമല്ല. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ചപ്പാത്തി മാവ് തീർന്നോ? ചപ്പാത്തി മാവ് തീർന്നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡിഡ് ദ ചപ്പാത്തി ഡോ ഗെറ്റ് ഓവർ. ചപ്പാത്തി ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് എന്നാണ്. അപ്പം ഡിഡ് ദ ചപ്പാത്തി ഡോ ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി മാവ് തീർന്നോ എന്നാണ്. ഇനി ഇങ്ങനെ ചോദിക്കാം, ഈസ് ദ ചപ്പാത്തി ഡോ ഫിനിഷ്ഡ് എന്ന് ചോദിക്കാം. ഈസ് ദ ചപ്പാത്തി ഡോ ഫിനിഷ്ഡ്. ചപ്പാത്തി മാവ് തീർന്നോ? നെക്സ്റ്റ്, ഇവിടെ ചപ്പാത്തി മാവ് ഇല്ലേ? ഇവിടെ ചപ്പാത്തി മാവ് ഇല്ലേ എന്നെങ്ങനെ ചോദിക്കുക? ഈസ് ദർ നോ ചപ്പാത്തി ഡോ ഹിയർ. ഈസ് ദർ നോ ചപ്പാത്തി ഡോ ഹിയർ. ഇവിടെ ചപ്പാത്തി മാവ് ഇല്ലേ. നീ ചപ്പാത്തി മാവ് കുഴച്ചോ എന്നെങ്ങനെ ചോദിക്കുക?
നീ ചപ്പാത്തി മാവ് കുഴച്ചോ എന്ന് നമുക്കൊരാളോട് ചോദിക്കണം. സിമ്പിളാണ്. കുഴക്കുക നീഡ് എന്നാണ് പറയേണ്ടത്. നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴക്കുക എന്ന്. അപ്പം ഡിഡ് യു നീഡ് ചപ്പാത്തി ഡോ? ഡിഡ് യു നീഡ് ചപ്പാത്തി ഡോ? നീ ചപ്പാത്തി മാവ് കുഴച്ചോ? ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുകയാണ്. ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുകയാണ്. ഐ എം നീഡിങ് ദ ചപ്പാത്തി ഡോ. ഐ എം നീഡിങ് ദ ചപ്പാത്തി ഡോ. ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുകയാണ്. നെക്സ്റ്റ്, അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കൂ എന്ന് പറയാറുണ്ടല്ലോ. അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കൂ എന്ന് പറയാറുണ്ട്. ഒഴിക്കുക പോർ എന്നാണ്. അപ്പം pour a little warm water into it. Pour a little warm water into it. അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കൂ. നെക്സ്റ്റ്, ഈ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഈ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഈസ് ദർ സാൾട്ട് ഇൻ ദിസ് വാട്ടർ? ഈസ് ദർ സാൾട്ട് ഇൻ ദിസ് വാട്ടർ? ഈ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടോ? ഈ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടോ? നെക്സ്റ്റ്, ഞാൻ മാവിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ മാവിൽ ഉപ്പിട്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാ? ഐ ഹാവ് ആഡഡ് സാൾട്ട് ടു ദ ഡോ. ഐ ഹാവ് ആഡഡ് സാൾട്ട് ടു ദ ഡോ. ഞാൻ മാവിൽ ഉപ്പിട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, നമുക്കൊരാളോട് ഇങ്ങനെ ചോദിക്കണം. ഈ മാവ് നീ കുഴക്കുമോ എന്ന് ചോദിക്കണം. ഈ മാവ് നീ കുഴക്കുമോ എന്നെങ്ങനെ ചോദിക്കുക? കുഴക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? വിൽ യു നീഡ് ദിസ് ഡോ? വിൽ യു നീഡ് ദിസ് ഡോ? ഈ മാവ് നീ കുഴയ്ക്കുമോ? അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ട് പറയാണ്, ആ മാവ് ഞാൻ കുഴയ്ക്കാം. ആ മാവ് ഞാൻ കുഴയ്ക്കാം എന്നെങ്ങനെ പറയാ? ഐ വിൽ നീഡ് ദാറ്റ് ഡോ. ഐ വിൽ നീഡ് ദാറ്റ് ഡോ. ഞാൻ ആ മാവ് കുഴയ്ക്കാം. നെക്സ്റ്റ്, എനിക്ക് 3 ചപ്പാത്തി മതി. എനിക്ക് 3 ചപ്പാത്തി മതി എങ്ങനെ പറയും? 3 ചപ്പാത്തീസ് ആർ ഇനഫ് ഫോർ മീ. 3 ചപ്പാത്തീസ് ആർ ഇനഫ് ഫോർ മീ. എനിക്ക് 3 ചപ്പാത്തി മതി. ഓക്കെ. ഇനി എനിക്ക് 1 ചപ്പാത്തി കൂടി വേണം എന്ന് പറയുകയാണെങ്കിലോ? എനിക്ക് 1 ചപ്പാത്തി കൂടി വേണം. ഇപ്പം 3 കഴിച്ചു, അതിനുശേഷം നമ്മൾ പറയാണ് എനിക്ക് 1 ചപ്പാത്തി കൂടി വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് I want 1 more ചപ്പാത്തി. I want 1 more ചപ്പാത്തി. എനിക്കൊരു ചപ്പാത്തി കൂടി വേണം. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ, നിനക്ക് ഇനി ചപ്പാത്തി വേണോ? അല്ലേ? നിനക്കിനി ചപ്പാത്തി വേണം. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് നിനക്കിനി ചപ്പാത്തി വേണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കുക? ഡു യു വോണ്ട് മോർ ചപ്പാത്തി നൗ? ഡു യു വോണ്ട് മോർ ചപ്പാത്തി നൗ? നിനക്കിനി ചപ്പാത്തി വേണോ? ഇവിടെ മോർ എന്ന് നമ്മൾ യൂസ് ചെയ്തത് എന്താണെന്നറിയോ? കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, ഇനി ഒന്നുകൂടി വേണോ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മോർ യൂസ് ചെയ്ത് പറയാം. അപ്പോൾ ഡു യു വോണ്ട് മോർ ചപ്പാത്തി നൗ? നിനക്ക് ഇനി ചപ്പാത്തി വേണോ എന്നാണ്. അതെല്ലാം നമ്മൾ ജസ്റ്റ് നിനക്ക് ഈ ചപ്പാത്തി വേണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു യു വോണ്ട് ചപ്പാത്തി നൗ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ എന്നും 2 ചപ്പാത്തി കഴിക്കാറുള്ളൂ, പക്ഷേ ഇന്ന് 3 ചപ്പാത്തി കഴിച്ചു. ഇങ്ങനെ പറയാ? ഞാൻ എന്നും 2 ചപ്പാത്തി കഴിക്കുന്ന ഒരു പതിവേ ഉള്ളൂ. ഐ യൂഷ്വലി eat 2 chapatis. I usually eat 2 chapatis. But today I ate 3. But today I ate 3. I usually eat 2 chapatis. But today I ate 3. But today I ate 3. ഇന്ന് 3 കഴിച്ചു. നെക്സ്റ്റ്, നീ ചപ്പാത്തിയിൽ കൂട്ടുന്നത് മീൻ കറിയാണോ? നീ ചപ്പാത്തിയിൽ കൂട്ടുന്നത് മീൻ കറിയാണോ എന്നെങ്ങനെ ചോദിക്കുക? ആണോ? ആർ യു ഹാവിങ് ഫിഷ് കറി വിത്ത് യുവർ ചപ്പാത്തി? ആർ യു ഹാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നത് എന്നാണ്. അപ്പം ആർ യു ഹാവിങ് ഫിഷ് കറി വിത്ത് യുവർ ചപ്പാത്തി? നിന്റെ ചപ്പാത്തിയിൽ കൂട്ടുന്നത് മീൻ കറിയാണോ? ഓക്കെ. അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ട് പറയണം, അതെ, ഞാൻ ചപ്പാത്തിയിൽ കൂട്ടുന്നത് മീൻ കറിയാണ് എന്നിങ്ങനെ പറയാ? ഞാൻ ചപ്പാത്തിയിൽ കൂട്ടുന്നത് മീൻ കറിയാണ്. അതെ, ഞാൻ ചപ്പാത്തിയിൽ കൂട്ടുന്നത് മീൻ കറിയാണ് എന്നാണ് അല്ലേ? ആണ്. ഐ ആം ഹാവിങ് ഫിഷ് കറി വിത്ത് മൈ ചപ്പാത്തി. യെസ്, അതെ, ഐ ആം ഹാവിങ് ഫിഷ് കറി വിത്ത് മൈ ചപ്പാത്തി. ഞാൻ എൻ്റെ ചപ്പാത്തിയിൽ കൂട്ടുന്നത് ഫിഷ് കറിയാണ്. ഇനി അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണല്ലേ? ഇനി നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസ് ആണ്, ഞാൻ എന്നും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്, പക്ഷേ
ഇന്ന് ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. സിമ്പിളാണ് അല്ലേ? എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പുതിയ കൂട്ടുകാർ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എത്തരത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. എൻ്റെ വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.